ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ചില വീട്ടമ്മമാരെ കണ്ടിട്ടുണ്ടോ, എപ്പോഴും ജോലിയായിരിക്കും. അവർക്ക് അടുക്കളയിൽ നിന്ന് കയറാൻ സമയമില്ല. പാത്രം കഴുകുക, കൂട്ടാൻ വെക്കുക, പിന്നെയും പാത്രം കഴുകുക, കൂട്ടാൻ വെക്കുക. അടുക്കളയിൽ നിന്ന് മാറിയിട്ട് അവർക്ക് സമയം വേറെ ഒന്നിനും പോകാനും സമയമില്ല. അങ്ങനെ ചില വീട്ടമ്മമാരുണ്ട്. എന്തുകൊണ്ടാണ് ഈ അടുക്കള പണികൾ ഇങ്ങനെ പെട്ടെന്ന് തീരാത്തത്? അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഞാൻ കരുതി. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് ശീലിക്കുക. ഈ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് അവരുടെ ജോലിയെല്ലാം തീർത്ത് പെട്ടെന്ന് പോവുക. അവർക്ക് പോയേ പറ്റുള്ളല്ലോ, ജോലിക്ക് പോകണമല്ലോ. അല്ലാതെ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന വീട്ടമ്മമാർ മടി പിടിച്ച് കിടന്ന് ഉറങ്ങിയിട്ടാണ് ഈ രാവിലെ എഴുന്നേൽക്കാത്തത് കൊണ്ടാണ് സമയം പോകുന്നത്. ഒരു 4:45 അലാറം വെച്ചിട്ട് അപ്പോഴേ ചാടി എണീക്കണ്ട. കുറച്ച് നേരമൊക്കെ ഇത് കിടന്നിട്ട് വേണമെങ്കിൽ കറക്റ്റ് 5 മണിയാകുമ്പോഴെങ്കിലും എഴുന്നേറ്റ് ശീലിക്കണം. എന്നിട്ട് അവരവർക്ക് എന്താ താല്പര്യം, ഇപ്പോൾ യോഗയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് അതൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, ഇല്ലെങ്കിൽ കുറച്ച് നേരം മുറ്റത്തെങ്കിലും ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയും അതൊക്കെ ചെയ്യുക. പിന്നെ വിളക്ക് കൊളുത്തി നാമം ചെല്ലാൻ താല്പര്യമുള്ളവർ അതൊക്കെ ചെയ്യുക. അതിനൊക്കെ ഒരുപാട് സമയം കിട്ടും. ഞാനും ഈ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഈ വിളക്ക് കൊളുത്തി രാവിലെ നാമം ചെല്ലാണ്ട് ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം കിടന്നു കഴിഞ്ഞാൽ പിന്നെ വിളക്ക് കൊളുത്തി നാമം ചെല്ലുമ്പോഴത്തേന് ഒരുപാട് സമയം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ സമയം പോകും. അപ്പോഴെന്ത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി നമുക്ക് ഇഷ്ടമുള്ള കുറേ നാമങ്ങളൊക്കെ ചെല്ലാനും ആരുടെയും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഉറങ്ങുമില്ല. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ്. അങ്ങനെ നമുക്കൊരു ആവശ്യകത വന്നു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കും എന്തായാലും. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ രാവിലെ എഴുന്നേൽക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ. പിന്നീട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ തലേ ദിവസം തന്നെ എന്തായാലും കരുതിയിരിക്കും. അതെല്ലാം അമ്മമാരും അത് നാളെ രാവിലെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് എല്ലാവരും കണ്ടെത്തിയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഇപ്പോൾ ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതങ്ങ് അരിഞ്ഞ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ രാവിലെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ എന്ത് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് അതൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കുക. ഉച്ചക്കലത്തേക്കുള്ള കറികളും വേണമെങ്കിൽ അരിഞ്ഞൊക്കെ വയ്ക്കാം. അപ്പോൾ ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അരിഞ്ഞ് വെക്കുന്നത് എളുപ്പമായിരിക്കും. അല്ല 1-2 പേരെ ഉള്ളെങ്കിൽ രാവിലെ എടുത്ത് കറി അരിഞ്ഞാലും മതി. അതുപോലെ മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ രാവിലെ വളരെ എളുപ്പത്തിൽ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉച്ചക്കലത്തേക്കുള്ള ചോറൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ റൈസ് കുക്കറിലൊക്കെ ആണല്ലോ എല്ലാവരും എല്ലാം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ആരും അങ്ങനെ അടുപ്പിലൊന്നും ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നില്ല. ഉച്ചക്കലത്തെ കാര്യങ്ങളും നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു 10-10:30 മണി കൊണ്ടുകൂടി നമുക്ക് ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലത്തെ കാര്യങ്ങളും എല്ലാം റെഡിയാക്കാൻ പറ്റും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ കൂട്ടിയിടാതിരിക്കുക. നമ്മൾ എടുക്കുന്ന പാത്രം അപ്പോഴും തന്നെ കഴുകി വയ്ക്കുക. ഇപ്പം മിക്സിയുടെ ജാറായാലും പാത്രങ്ങളായാലും അരച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മളത് കഴുകി വെക്കാൻ ശ്രമിക്കുക. അല്ലാതെ പാത്രങ്ങളെല്ലാം കൂടെ ആ ടാങ്കിൽ കൂട്ടിയിട്ടിരുന്ന് പിന്നെ അത് 1-1.5 മണിക്കൂർ സമയം നിന്ന് പാത്രങ്ങളെല്ലാം കഴുകി അപ്പോഴത്തേന് നമ്മൾ ടയേർഡായി പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറികളുണ്ടാക്കി അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഈ സമയങ്ങളെല്ലാം പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ അവരുടെ പാത്രങ്ങൾ പെട്ടെന്ന് അവർ കഴിച്ച പാത്രം അവരെ കൊണ്ട് തന്നെ കഴുകി വെക്കാൻ ശ്രമിക്കണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് കുറേ ജോലികൾ സമയം ലാഭിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തേങ്ങയൊക്കെ തിരുമ്മി തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. കുറേ ദിവസത്തേക്ക് വേണമെങ്കിൽ തേങ്ങയൊക്കെ തിരുമ്മി വെക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുണി അലക്കുക. തുണികൾ ഇങ്ങനെ കഴുകാനുള്ള തുണികളെല്ലാം കൂടെ കൂട്ടി വെക്കാതെ കുറച്ച് തുണി അന്നെന്നുള്ളത് കഴുകിയിടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വാഷിംഗ് മെഷീനിലൊക്കെ കഴുകുന്നവരാണെങ്കിൽ 1-2 ദിവസം ആകുമ്പം തന്നെ തുണികളെല്ലാം കഴുകിയിടുക. അല്ലാതെ എല്ലാ ദിവസത്തെ തുണികൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് പിന്നെ ആഴ്ച ഒരു ദിവസം നിന്ന് കഴുകി അത് വാഷിംഗ് മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ അത് പിന്നെ അടിച്ച് നനച്ച് കഴുകി വരുമ്പോൾ തന്നെ കുറേ സമയമെടുക്കും. അങ്ങനെ ഒന്നും സമയം കളയാൻ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വൈകിട്ടത്തേക്ക് 4 മണിക്ക് ചായക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്നെങ്കിൽ അതൊക്കെ നമ്മൾ കണക്കൂട്ടി പെട്ടെന്ന് തന്നെ ഈ രാവിലത്തെ ജോലി തീരുമ്പോൾ തന്നെ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് വെക്കുക. ഇപ്പോൾ അവിലൊക്കെ നനച്ച് വെക്കാനാണെങ്കിൽ കുറച്ച് മുമ്പ് നേരത്തെ നമുക്ക് അവിലൊക്കെ നനച്ച് വയ്ക്കുക. അതേപോലെ ഏത്തക്കയപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി വെച്ചിരുന്നത് 4 മണി പലഹാരവും വളരെ എളുപ്പം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് തനിയെ നമ്മൾ ആലോചിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ് തൂത്തുവാരുക, തറ തുടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ വീടിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ഒരുപാട് വലിയ വീടൊക്കെ ആണെങ്കിൽ മാസത്തിൽ 1-2 ദിവസം ആരെങ്കിലും വിളിച്ച് മൊത്തത്തിൽ തൂത്തുവാരി തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി ഒന്ന് തൂത്തുവാരുകയോ ആഴ്ച 2 ദിവസമൊക്കെ ഒന്ന് തുടച്ചിടുന്നതിൻ്റെ കാര്യമുള്ളൂ. അപ്പോഴത്തേക്കിന് അത് ജോലി പെട്ടെന്ന് തീർക്കാൻ പറ്റും. അല്ലാതെ എല്ലാ ദിവസവും തൂത്തുവാരി എല്ലാം അടിച്ച് തൂത്തുവാരിയൊക്കെ നിൽക്കുമ്പോഴാണ് ഒരുപാട് സമയങ്ങൾ നമുക്ക് കഴിഞ്ഞു പോകുന്നത്. എങ്കിലും വീട് നല്ലതായിട്ട് നീറ്റായിട്ട് വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇങ്ങനെ ചിലന്തി വലയൊക്കെ പിടിച്ചിരിക്കാതെ നമ്മൾ വീടൊക്കെ നല്ല വൃത്തിയാക്കി ആര് കണ്ടാലും അലങ്കോലപ്പെടുത്താതെ നല്ല രീതിയിൽ വേണം നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി വെക്കാൻ. പിന്നീട് ചെയ്യാൻ പറ്റുന്നത് ഉച്ചയ്ക്കൊക്കെ വേണമെങ്കിൽ അല്പസമയം കിടക്കണമെന്ന് താല്പര്യമുള്ളവർ കിടന്നിട്ട് എഴുന്നേറ്റ് ചെടികളൊക്കെ വൃത്തിയാക്കുകയോ പച്ചക്കറികളൊക്കെ നടുകയോ അതൊക്കെ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. അങ്ങനെ നമുക്ക് കുറേ സമയം കിട്ടും. ഈ രാവിലെ എഴുന്നേൽക്കുന്നതോടുകൂടി തന്നെ കുറേ സമയം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ കിട്ടും. എപ്പോഴും ഇങ്ങനെ ജോലി എന്നും പറഞ്ഞ് അടുക്കളയിൽ മാറാതെ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കുറേയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ ശീലങ്ങളൊക്കെ നമ്മൾ തന്നെ മാറ്റിയെടുക്കാനും കൂടെ ശ്രമിക്കണം. അതേപോലെ ഞാൻ ചെയ്യുമോ, എനിക്കിപ്പോഴേ എഴുന്നേൽക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ അലസത പിടിച്ച് നമ്മൾ കിടക്കരുത്. ഇപ്പോൾ രാവിലെ എണീറ്റാൽ ഒരാളോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പറയും, രാവിലെ എഴുന്നേറ്റാൽ എനിക്ക് തലവേദന എടുക്കും, ഉറക്കം നിന്ന് കഴിഞ്ഞാൽ തലവേദന എടുക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. നമ്മൾ 2-3 ദിവസം അടുപ്പിച്ച് രാവിലെ ഒന്ന് എഴുന്നേറ്റ് നോക്കും, ഒരു ഉറക്കവും നിൽക്കത്തില്ല, നല്ല ഫ്രഷ് ആവത്തേ ഉള്ളൂ. അതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറഞ്ഞാൽ കുറേ പേർക്ക് രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ തലവേദന, നീരിളക്കം, പിന്നെന്ത് ജലദോഷം, പല അസ്വസ്ഥതകളാണ്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന കണക്ക് ഒരു ഫ്രഷ്നെസ് വേറെ ഉച്ചയ്ക്ക് കുളിച്ചാലും ഇല്ല, വൈകിട്ട് കുളിച്ചാലും ഇല്ല. രാവിലെ എണീച്ച് നമ്മൾ കുളിച്ചൊന്ന് നോക്കണം, എന്ത് നല്ല ഫ്രഷ്നെസ് കിട്ടുമെന്ന് അറിയാമോ. എല്ലാ ജോലി ചെയ്യാനും നമുക്ക് നല്ല ആക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് വെള്ളം കുടിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചായ, കാപ്പി അങ്ങനെയൊന്നും കുടിക്കരുത്. കുറേ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ച് വയറ് നല്ല ശുദ്ധിയാക്കിയിട്ട് വേണം പിന്നെ നമ്മൾ ചായ, കാപ്പിയൊക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് കഴിക്കേണ്ടത്. രാവിലെ എണീക്കുമ്പോഴേ ചൂട് ചായയെ കുടിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ നമ്മൾ തന്നെ വരുത്തിയാൽ മാത്രമേ നമ്മുടെ രീതിക്ക് മാറ്റം കിട്ടത്തുള്ളൂ. പിന്നീട് നമുക്ക് കുറച്ച് സമയമൊക്കെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പം ചിലർക്ക് എന്തെങ്കിലും പഠിക്കാൻ പോകണോ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീട്ടമ്മമാർ കാണും, അവർക്ക് സമയമില്ലാതെന്ന് പറയുന്നത്. പോകാനും സമയമില്ല. ഡ്രൈവിങ് പഠിക്കണമെന്ന് പോകണമെന്നുണ്ട്, അതിന് പോകാൻ സമയമില്ല. ചിലർക്ക് പാട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, അതിന് സമയമില്ല. ഇതിനെല്ലാം സമയമുണ്ട്. പക്ഷെ നമ്മൾ ഈ 24 മണിക്കൂർ സമയത്തിൽ ഒരുപാട് സമയം വേസ്റ്റാക്കി കളയുന്നത് കൊണ്ടാണ് നമുക്ക് സമയമില്ല എന്ന് തോന്നുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ അടിഞ്ഞു കൂടി ജീവിതം മുരടിപ്പിച്ച് കളയാതെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ് വേണ്ടുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു കുറച്ച് സമയം നമ്മൾ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുക. എന്തിനാ എപ്പോഴും ഈ അടുക്കളയിൽ തന്നെ കിടന്ന് വേറെ കാര്യങ്ങളും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാതെ കുറച്ച് സമയം നമുക്കിഷ്ടമുള്ള പാട്ടോ കഥകളോ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിക്കുകയോ ഒക്കെ ചെയ്യാം. എപ്പോഴും അടുക്കള ജോലി എന്ന് പറഞ്ഞ് നടക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അടുക്കള ജോലി വേണം, ചെയ്യേണ്ടെന്നല്ല. നമ്മുടെ ഭർത്താവിനും മക്കൾക്കുമൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതിന് അവരും കൂടെ ഒക്കെ നമ്മളെ സഹായിക്കാനും അവരെ ശ്രമിക്കണം. അവരെ കൊണ്ട് തേങ്ങ പൊതിപ്പിക്കുകയോ അല്ലെങ്കിൽ തേങ്ങ പൊട്ടിച്ചു തരാൻ പറയുകയോ ഒന്ന് തിരുമ്മി തരാൻ പറയുകയോ ഒക്കെ അവരെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവർ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ കഴുകിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളും കൂടെ കുറച്ച് സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ ശ്രമിക്കണം. എപ്പോഴും അടുക്കളയെന്നും പറഞ്ഞ് കിടക്കരുത്. അതുകൊണ്ട് വീട്ടമ്മമാർ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർത്ത് കുറച്ച് സമയം അവരവർക്ക് വേണ്ടിയിട്ടും കൂടെ ചിലവഴിക്കാൻ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും കടമകൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുകൂടെ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക, നമുക്ക് വേണ്ടി കൂടെ കുറച്ച് സമയം ജീവിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.